അൽഹംദുലില്ലാ നമ്മുടെ ഹാജിമാരെല്ലാവരും അങ്ങനെ ജബലു സൗറെല്ലാം കയറി ശേഷം 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ജബലു നൂറ് കയറുന്ന മനോഹരമായ കാഴ്ചയാണ്. പ്രഭാതമാണ് നമ്മുടെ മെയിൻ സമയം. പ്രഭാതം 3 മണിക്ക് എഴുന്നേറ്റ് പോകുന്നതാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. വളരെ വളരെ ഉന്മേഷത്തോടെ എല്ലാവരും കയറുന്നത്. മാത്രമല്ല ജബലു സൗറ് കയറിയവർക്ക് ജബൽ നൂർ എന്ന് പറഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും അല്ല എന്നുള്ളത് നമുക്ക് ജബലു സൗറ് കയറിയവർക്ക് അറിയാം. ജബൽ നൂർ അത്ര ഭാരമുള്ള കാര്യമല്ല എന്നുള്ളത്. ഏതായാലും അൽഹംദുലില്ലാ ജബൽ നൂറെല്ലാം കയറി അതിന് മുകളിലേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞു. സുബൈയോടെ ജബൽ നൂർ മുകളിലെത്തി. ഇതാണ് പ്രഭാതത്തിലെ ഹിറാ ഗുഹയിലെ കാഴ്ച. കടലാണ് പ്രഭാതത്തിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. അതിന് മുകളിലത്തെ കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ല. ഏതായാലും ഈ സമയമാണെങ്കിൽ പോലും ഹിറാ ഗുഹയുടെ അവിടെ തിരക്കിലും കാര്യമായ മാറ്റമൊന്നുമില്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കണ്ട ജനങ്ങളൊക്കെ നിൽക്കുമ്പോൾ അവിടെ സഹോദരി നിസ്കരിക്കുന്നതായി കാണുന്നുണ്ടാകും. ഈ കേരളക്കാരങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കണം. കാരണം ഹിറാ ഗുഹ ആണെങ്കിൽ പോലും ഏതൊരു സാഹചര്യത്തിലും മറ്റുള്ളവർക്ക് നമ്മളെ ബുദ്ധിമുട്ടാവാതിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളെ കാര്യങ്ങളൊക്കെ വളരെയധികം വിജയത്തിലെത്തുക. അല്ലാഹ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഏതാ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ എടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.